السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. വളരെയേറെ ബഹുമാനമുള്ള പഠിതാക്കളെ, സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പുതിയ ഒരു മത്നിൻ്റെ, ഒരു കിതാബിൻ്റെ വായനയാണ് നാം ആരംഭിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഈ കിതാബ് രചിച്ചിട്ടുള്ളത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആണ്. ഗ്രന്ഥത്തിൻ്റെ പേര് ഉസൂലുസ് സുന്നഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം മുസ്ലിം ഉമ്മത്തിന് അറിയാവുന്ന മഹാപണ്ഡിതനും ഇമാമുമാണ് മുഅല്ലിഫ് റഹിമഹുല്ലാഹ്. ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ പ്രധാനമായും ആമുഖത്തിൽ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. അതിലൊന്ന് അനിൽ മുഅല്ലിഫ്. മുഅല്ലിഫ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥകർത്താവ്. രണ്ടാമത്തത് അനിൽ മുഅല്ലഫ്, എഴുതപ്പെട്ടത്. ഗ്രന്ഥകർത്താവ് എഴുതിയതെന്താണോ അതിനാണ് മുഅല്ലഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മുഅല്ലിഫിനെ സംബന്ധിച്ച് ഒരല്പം മനസ്സിലാക്കുക എന്നുള്ളതാണ്. മുഅല്ലിഫുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന് 3 രൂപത്തിലുള്ള വിശദീകരണങ്ങൾ നൽകപ്പെടാറുണ്ട്. അതിലൊന്ന് ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേര്, സ്ഥാനപ്പേര് മാത്രം പറഞ്ഞു പോവുക. ഉദാഹരണത്തിന് ഉസൂലുസ് സുന്നഹ് എന്ന ഈ ഒരു റിസാല എഴുതിയിട്ടുള്ളത് അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് എന്ന് പറഞ്ഞങ്ങ് പോവുക. ഇതൊരു രീതിയാണ്. രണ്ടാമത്തത് ഗ്രന്ഥകർത്താവിൻ്റെ പൂർണ്ണമായ പേര് ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിശദീകരണം, വളരെ ചുരുങ്ങിയ രൂപത്തിലുള്ള ഒരു വിശദീകരണം നൽകുക. അത് രണ്ടാമത്തെ രീതിയാണ്. മൂന്നാമത്തത് ഗ്രന്ഥകർത്താവിനെ സംബന്ധിച്ച് വളരെ വിശദമായ ഒരു സീറ തന്നെ പറയുക. അദ്ദേഹത്തിൻ്റെ ഉസ്താക്കന്മാരെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വ്യത്യസ്ത സംഭവങ്ങളെക്കുറിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ച് ഉലമാക്കൾ പറഞ്ഞ മഹത്വങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുന്ന വിശദമായ ഒരു രീതിയും. ഈ രീതികളൊക്കെ കാണാം. നമ്മുടെ ഗ്രന്ഥവായനയിൽ നമ്മൾ സ്വീകരിക്കുന്നത് ഇതിൻ്റെ രണ്ടാമത് പറഞ്ഞ രണ്ടിൻ്റെയും മധ്യത്തിലുള്ള ഒരു രീതിയാണ് ഇൻഷാ അല്ലാഹ്. അഥവാ ജസ്റ്റ് ഒരു പേര് പറഞ്ഞു പോകുന്നതിനപ്പുറത്ത് ഒരല്പം നമ്മൾ സൂചിപ്പിക്കുമെന്നാൽ വിശദമായ ഒരു സംസാരം നമ്മൾ ഉദ്ദേശിക്കുന്നുമില്ല. ആ നിലക്ക് നമുക്ക് ഗ്രന്ഥകർത്താവിനെ മനസ്സിലാക്കാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹുവ അബൂ അബ്ദില്ലാഹ് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി. അബൂ അബ്ദില്ലാഹ് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരാണ് അബ്ദുള്ള. ഇദ്ദേഹത്തിൻ്റെ പേര് അബൂ അബ്ദില്ല അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി. അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി.
ചുരുക്കത്തിൽ അഹ്മദ് ഇബ്നു ഹംബൽ എന്ന് പറയപ്പെടും. അഷ്-ഷെയ്ബാനി എന്ന് പറഞ്ഞാൽ ഷെയ്ബാൻ എന്ന് പറയുന്ന കബീലയിലേക്ക്, ഗോത്രത്തിലേക്കാണ് ചേർത്ത് പറയുന്നത്. ഇത് ഇറാഖിലുള്ള ബാഗ്ദാദിനടുത്തുള്ള ഒരു പ്രദേശമാണ്, ഒരു കബീലയാണ്. ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ ഹിജ്റ 164 അദ്ദേഹം ജനിക്കുന്നത്. ഹിജ്റ വർഷം 164 റബീഉൽ അവ്വൽ മാസത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതേ മാസത്തിൽ തന്നെയാണ്, റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നതും, ഹിജ്റ 241. അപ്പോൾ ബാഗ്ദാദിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ബാഗ്ദാദ് ആ സന്ദർഭത്തിൽ വ്യത്യസ്തങ്ങളായ വിജ്ഞാനങ്ങളുടെ ഒരു കളിത്തൊട്ടിലായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ബാഗ്ദാദിൽ ജനിക്കുന്നത്, ഹിജ്റ 164. അദ്ദേഹത്തിൻ്റെ 3-ാമത്തെ വയസ്സിൽ, അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു. അനാഥനായിക്കൊണ്ടാണ് വളർന്നത്. ഉമ്മയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ പഠിപ്പിച്ചതും നോക്കിയതും. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അതീവമായ ശ്രദ്ധ പുലർത്തി നിരന്തരം തൻ്റെ മകന് വിജ്ഞാനം കൊടുക്കാൻ വേണ്ടി ആ ഉമ്മ കഠിനമായി പരിശ്രമിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നല്ല ഒരു കുട്ടിയുടെ തർബിയത്തിൽ ഉമ്മ വഹിക്കുന്ന പങ്ക്, ഉപ്പയില്ലെങ്കിൽ പോലും ഉമ്മ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കി, പൂർണ്ണമായും ഖുർആൻ ഹിഫ്ളാക്കിയതിന് ശേഷം പിന്നീട് തൻ്റെ പ്രദേശത്തുള്ള പരിസരത്തുള്ള പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹം ഹദീസ് കേൾക്കാൻ തുടങ്ങി. ഹദീസുകൾ അന്ന് വലിയ ആലിമീങ്ങൾ മസ്ജിദുകളിലും മറ്റും വെച്ച് ഹദീസുകൾ റിവായത്ത് ചെയ്യും. ആ ഹദീസുകൾ റിവായത്ത് ചെയ്യുന്ന സദസ്സാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൽമിൻ്റെ മജ്ലിസുകളെന്ന് പറഞ്ഞാൽ. അങ്ങനെ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ളാക്കി ഹദീസുകൾ കേൾക്കാൻ തുടങ്ങി. 15-ാമത്തെ വയസ്സിൽ ഹദീസ് അന്വേഷിച്ച് വ്യത്യസ്ത നാടുകളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യാനും തുടങ്ങി. വ്യത്യസ്ത നാടുകളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. മദീനയിൽ പോയി, മക്കയിൽ പോയി, ജസായിറിൽ പോയി, മഗ്രിബിൽ പോയി, ഷാമിൽ പോയി, ഹിജാസിൽ പോയി, യമനിൽ പോയി, ഇറാഖിൻ്റെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോയി, ഫാരിസിൽ പോയി, ഖുറാസാനിൽ പോയി, അങ്ങനെ പല സ്ഥലങ്ങളിലും പോയി. അദ്ദേഹത്തിൻ്റെ സമകാലീനനായിരുന്നു ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ ഹിജാസിലേക്കുള്ളൊരു യാത്രയിൽ വെച്ച് കണ്ടുമുട്ടി. പിന്നീട് ഇറാഖിലേക്ക് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഖാദിയായി വന്നപ്പോൾ അപ്പോഴും കണ്ടുമുട്ടി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അക്കാലഘട്ടത്തിലൊക്കെ തന്നെ ജീവിച്ചിരുന്ന പണ്ഡിതനാണ്. അങ്ങനെ ധാരാളം മുഹദ്ദിസുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ സമകാലീനനായിക്കൊണ്ട് തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചത്. അദ്ദേഹം മദ്ഹബിൻ്റെ 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ 4-മനായി അറിയപ്പെടുന്നു. ഇമാമു അഹ്ലിസുന്ന, അഹ്ലുസുന്നയുടെ ഇമാം എന്ന സ്ഥാനപ്പേരും അദ്ദേഹത്തിന് നൽകപ്പെട്ടു. ആ നിലക്ക് സുന്നത്തിനോട്, ഹദീസുകളോട് ഒക്കെ അടങ്ങാത്ത ആവേശവും ഇൽമിനോടുള്ള, അറിവ് നേടുന്നതിനോടുള്ള അങ്ങേയറ്റത്തെ താല്പര്യവും, അതിനുവേണ്ടി വിദൂരങ്ങളിൽ യാത്ര ചെയ്യാൻ അദ്ദേഹം തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചു. പല നാടുകളിലും അദ്ദേഹത്തിന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സഞ്ചരിക്കാൻ പറ്റിയില്ല എന്ന്. വളരെ ദുനിയാവിനോട് വിരക്തിയുള്ള ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. അങ്ങനെ ഹദീസുകൾ കേൾക്കലും ഹദീസ് പഠിക്കാൻ വേണ്ടി വ്യത്യസ്ത നാടുകളിലേക്ക് അദ്ദേഹം യാത്ര ചെയ്തപ്പോൾ ധാരാളക്കണക്കിന് ഹദീസുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഈ ഹദീസുകളൊക്കെ അദ്ദേഹം ക്രോഡീകരിക്കുകയും തൻ്റേതായ നിലക്ക് ഒരു മുസ്നദ് അദ്ദേഹം തയ്യാറാക്കുകയും ചെയ്തു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ മുസ്നദു ലി ഇമാം അഹ്മദ് ബിൻ ഹംബൽ പ്രസിദ്ധമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ മുസ്നദ് പ്രസിദ്ധമാണ്. വേറെയും ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ കിതാബാണ് മുസ്നദ്. മുസ്നദിൻ്റെ പ്രത്യേകത, അവിടെ സ്വഹാബികളുടെ, സാധാരണ മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിൽ സബ്ജക്റ്റിനെ
ആസ്പദമാക്കിയാണ് ഉണ്ടാവുക. ഇദ്ദേഹത്തിൻ്റെ കിതാബിൻ്റെ പ്രത്യേകത സ്വഹാബികളെ, ഒരു സ്വഹാബി, ഉദാഹരണത്തിന് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകളൊക്കെ കൊണ്ടുവരും. എല്ലാ വിഷയത്തിലുള്ള ഹദീസ് അതിലുണ്ടാവും. പിന്നെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസുകൾ, അദ്ദേഹം ഉദ്ധരിച്ച എല്ലാ ഹദീസുകളും ഒരു സ്ഥലത്തുണ്ടാവും. അതേപോലെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകൾ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള എല്ലാ ഹദീസുകളും ഉണ്ടാവും. ഇങ്ങനെ സബ്ജക്റ്റ് വൈസ് അല്ല, സ്വഹാബികളെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം മുസ്നദ് രേഖപ്പെടുത്തി. ഏകദേശം 900-ലധികം സ്വഹാബികളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. 900-ലധികം സ്വഹാബികൾ ഉദ്ധരിച്ച വ്യത്യസ്ത ഹദീസുകൾ കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ 40,000-ഓളം ഹദീസുകളുണ്ട്. 40,000-ഓളം. അതിൽ 10,000-ഓളം റിപ്പീറ്റേഷനാണ്. ബാക്കി നോക്കിയാൽ 30,000-ഓളം ഹദീസുകൾ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഹദീസുകളുണ്ട്. അത്രയും ബൃഹത്താണ് അദ്ദേഹത്തിൻ്റെ മുസ്നദ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏതൊരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ ഞാൻ അമലാക്കിയിട്ടുണ്ട്. അതിൽ അമലാക്കാനുള്ള ഹദീസുകളൊക്കെ അദ്ദേഹം അമലാക്കിയിട്ടുണ്ട്. എത്രത്തോളം ചോദിച്ചാൽ, ഒരു ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജാമ ചെയ്തതിന് ശേഷം ഹിജാമ ചെയ്ത ആൾക്ക് ഒരു ദിർഹം കൊടുത്തു, കൂലിയായി. അദ്ദേഹം പറയാണ്, അതും ഞാൻ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്തു, പ്രാവർത്തികമാക്കി. ഒരിക്കൽ ഞാൻ എനിക്ക് വേണ്ടി ഹിജാമ ചെയ്യിപ്പിച്ചു, ആ ഹിജാമ ചെയ്ത ആൾക്ക് ഞാൻ ആ ഒരു ദിർഹം കൊടുക്കുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അത്രമാത്രം താൻ രേഖപ്പെടുത്തിയ ഹദീസുകളൊക്കെ ജീവിതത്തിൽ അമലാക്കിയ ഒരു വലിയ പണ്ഡിതനാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് ശേഖരണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ പരിശ്രമം അവസാനം അദ്ദേഹത്തെ അൽ ഇമാം എന്ന ആ ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഇമാം എന്ന സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. ഒരിക്കൽ പ്രായം ചെന്നൊരു സന്ദർഭത്തിൽ, അദ്ദേഹം ഉമ്മത്തിലെ വലിയ ഇമാമായി അറിയപ്പെട്ട സന്ദർഭത്തിലും തൻ്റെ കയ്യിൽ പേനയുമായി, എഴുത്ത് പേന എന്നത് അക്കാലഘട്ടത്തിലെ എഴുതുന്ന പേനയുമായി അദ്ദേഹം നടക്കുന്നത് കണ്ടപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ അബ്ദില്ല അൻത ഖദ് ബലഗ്ത ഹാദൽ മബ്ലഗ്, താങ്കൾ ഇത്രയും വലിയൊരു സ്ഥാനത്തെത്തി, വ അൻത ഇമാമുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളുടെ ഇമാമാണ്, എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും പേനയുമായി നടക്കുകയാണോ, വായിക്കാൻ പഠിക്കാൻ നടക്കുകയാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മഅൽ മഹ്ബറ ഇലൽ മഖ്ബറ, ഞാൻ ഖബറിലേക്ക് പോകുന്നത് വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ഖബറിലേക്ക് പോകുന്നത് വരെ വിദ്യാർത്ഥിയായിരിക്കും. അന അത്ലുബുൽ ഇൽം ഇല അൻ അദ്ഖുലൽ ഖബർ, ഖബറിലേക്ക് പോകുന്നത് വരെ ഞാൻ വിജ്ഞാനം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ അറിവെല്ലാം പൂർത്തിയായി എന്ന് കരുതുന്നൊരവസ്ഥയില്ല എന്നർത്ഥം. മാത്രമല്ല സാധാരണ നിലക്ക് പറയപ്പെടാറുണ്ട്, ലാ യസാലു റജുലു ആലിമൻ മാ ദാമ യത്ലുബുൽ ഇൽം ഫഇദാ ളന്ന അന്നഹു അലിമ ഫഖദ് ജഹിൽ. ഒരാൾ ഇൽമ് നേടിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ അയാൾ ആലിമാണ്, വിവരമുള്ള ആളാണ്, വിദ്യാർത്ഥിയാണ്. എന്നാൽ ഒരാൾ വിചാരിക്കുകയാണ് ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനിയൊന്നും പഠിക്കാനില്ല എന്നയാൾ ചിന്തിച്ചാൽ അതോടുകൂടി അയാൾ ജാഹിലായി. ശ്രദ്ധിക്കുക. ഒരാൾ വിചാരിക്കുകയാണ് എൻ്റെ ഇൽമൊക്കെ കഴിഞ്ഞു, ഇനിയൊന്നും പഠിക്കാനില്ല എന്ന് വിചാരിച്ചാൽ അതോടുകൂടി അയാൾ ജാഹിലായി. എന്നാൽ ഇനിയും എനിക്ക് പഠിക്കാനുണ്ട് എന്ന് മനസ്സിലാക്കി നിരന്തരം പഠനത്തിൽ മുഴുകുന്ന ആളുകളാണ് ശരിയായ ആലിമീങ്ങൾ. മഹാനായ അൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ നിലക്കുള്ള വലിയ ഒരു ആലിമായിരുന്നു. അത്രയെല്ലാം ഇൽമ അദ്ദേഹത്തിനുണ്ടായിട്ടും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇൽമ അന്വേഷിച്ച് യാത്ര ചെയ്തിട്ടും അദ്ദേഹം 40 വയസ്സാവുന്നതുവരെ ഫത്വ നൽകാനും മറ്റും ഫത്വ നൽകിയിരുന്നില്ല 40 വയസ്സ് വരെ. എന്നാൽ 40 കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഫത്വ പറയാനും മറ്റും ഇരുന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം വിനയവും താഴ്മയും, ഇൽമിൽ അങ്ങേയറ്റം ആണ്ടിറങ്ങിയതിന് ശേഷം മതി ജനങ്ങൾക്ക് ഫത്വ നൽകുക എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ദർസിൽ ഏകദേശം മഹാനായ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ദർസിൽ ഏകദേശം 5000-ഓളം ആളുകൾ പങ്കെടുത്തിരുന്നു എന്നാണ്. അക്കാലഘട്ടത്തിൽ 5000-ഓളം ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ദർസിൽ വരാറുണ്ടായിരുന്നു എന്ന്. അതിൽ 500 ആളുകളെ ഹദീസുകൾ എഴുതാൻ വേണ്ടി വന്നിട്ടുള്ളൂ. ഏകദേശം ഹദീസുകൾക്കും അവരെഴുതിയെടുക്കും. ബാക്കി 4500 വന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവവും സംസ്കാരവും കണ്ടുപഠിക്കാനായിരുന്നു. ഒരു ആലിം എങ്ങനെയായിരിക്കണം, ഒരു പണ്ഡിതൻ എങ്ങനെയായിരിക്കണം, ആ പണ്ഡിതനിൽ നിന്ന്
അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹത്തിൻ്റെ വിനയം, അദ്ദേഹത്തിൻ്റെ ഭയഭക്തി, അദ്ദേഹത്തിൻ്റെ ആരാധനകൾ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ, ഹദീസിനോട് അദ്ദേഹം കാണിക്കുന്ന ബഹുമാനം, ഇതൊക്കെയായിരുന്നു അവർ പഠിച്ചിരുന്നത് എന്നാണ്. ഹദീസുകളോട് അങ്ങേയറ്റം ബഹുമാനമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ. അതുകൊണ്ടാണ് അദ്ദേഹം ഇമാം അഹ്ലുസുന്ന എന്നറിയപ്പെടാൻ കാരണം. ഹദീസുകൾ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ സദസ്സിലും വളരെ വലിയൊരു ഹൈബത്ത് ആളുകൾക്ക് കാണാമായിരുന്നു എന്നാണ്. ഒരു വക്കാറത്ത്, വല്ലാത്തൊരു ശാന്തി അദ്ദേഹത്തിൻ്റെ ദർസുകളിലുണ്ടായിരുന്നു. അദ്ദേഹം തമാശ പറയുന്നത് ഒഴിവാക്കിയിരുന്നു എന്നാണ്, സ്വന്തം നിലക്ക് തന്നെ. കാരണം ഹദീസുകൾ പഠിക്കലും അത് പറഞ്ഞു കൊടുക്കലും വലിയ ഇബാദത്താണ്. ഇബാദത്തിൻ്റെ സമയത്ത് തമാശക്ക് സ്ഥാനമില്ല എന്നാൽ. അതുകൊണ്ട് അദ്ദേഹം തമാശകളിലൊന്നും അധികം മുഴുകാറുണ്ടായിരുന്നില്ല, തമാശകൾ പറയാറുണ്ടായിരുന്നില്ല. ഭൗതികതയോട് അങ്ങേയറ്റത്തെ വിരക്തിയായിരുന്നു. വളരെ ലളിതമായ ഭക്ഷണമായിരുന്നു ഉണ്ടായിരുന്നത്. പലപ്പോഴും പട്ടിണി കിടക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ വസ്ത്രമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് യാത്ര ചെയ്തപ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ കിതാബിൽ നിന്നായിരുന്നു ഉദ്ധരിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഴുതിയെടുത്ത ഹദീസുകൾ അദ്ദേഹം എഴുതി വെക്കുമായിരുന്നു എന്നാണ്. തനിക്ക് അങ്ങേയറ്റത്തെ ഹിഫ്ള് ഉണ്ടായിരുന്നു. മറ്റു പണ്ഡിതന്മാരെ പോലെ തന്നെ ഇമാം ബുഖാരിയെ പോലെയൊക്കെയുള്ള ഹിഫ്ള് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഹദീസുകൾ രേഖപ്പെടുത്തുകയും രേഖപ്പെടുത്തിയതിൽ നിന്ന് ഉദ്ധരിച്ചിരുന്നു. കാരണം ഒരു കാരണവശാലും ഹദീസിൽ എൻ്റെ മെമ്മറിയുടെ ഏതെങ്കിലും ഒരു പോരായ്മ കൊണ്ടോ മറ്റോ ഹദീസിൽ ഒരു നിലക്കും ഒരു പ്രശ്നം വരരുത്, ഒരു അബദ്ധവും വരരുത്, ഒരു തെറ്റും വരരുത് എന്ന ഒരു ഉറച്ച തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെമ്മറിയിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിക്കാൻ കഴിവുണ്ടായിട്ടും അദ്ദേഹം കിതാബുകളിൽ നിന്ന് ഹദീസുകൾ ഉദ്ധരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ എഴുതിയത്, അതല്ലാതെ വേറൊരു കിതാബ് ഉണ്ടോ എന്ന് ഉദ്ധരിക്കല്ല, അദ്ദേഹം എഴുതിയെടുത്തതിൽ നിന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഉദ്ധരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ദർസുകൾ മുഴുവൻ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ മുഴുവൻ ഒന്നുകിൽ ഖുർആൻ കോപ്പി ചെയ്ത് എഴുതിയെടുക്കും, അല്ലെങ്കിൽ ഹദീസുകൾ, നിരന്തരം ഹദീസുകൾ എഴുതുക. അങ്ങനെ മുഴുവൻ സമയവും ഒന്നുകിൽ ഖുർആൻ അല്ലെങ്കിൽ ഹദീസ് അല്ലെങ്കിൽ ആസാറുകൾ, സ്വഹാബത്തിൻ്റെ ആസാറുകൾ, ഇതിങ്ങനെ എഴുതുന്ന ജോലിയായിരുന്നു അദ്ദേഹത്തിന്. മറ്റു ശുഗലുകളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ 4 മദ്ഹബുകളിൽ 4ാമത്തെ മദ്ഹബാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം ഫഖീഹ് കൂടിയായിരുന്നു. മുഹദ്ദിസായ ഫഖീഹാണ് അദ്ദേഹം. മുഹദ്ദിസായ ഫഖീഹാണ് അദ്ദേഹം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ തന്നെ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹിൻ്റെ ഒരു പ്രത്യേകത, സ്വഹാബികളിൽ നിന്നോ താബിയങ്ങളിൽ നിന്നോ തബൗ താബിയങ്ങളിൽ നിന്നോ കേൾക്കാത്തതൊന്നും അദ്ദേഹം പറഞ്ഞിരുന്നില്ല എന്നാണ്. സ്വന്തമായി ഒരു അഭിപ്രായം, ഒരു ഫത്വയും പറഞ്ഞിട്ടില്ല. സ്വന്തമായി ഫത്വകൾ പറയാറില്ല, അപൂർവമല്ലാതെ. മറിച്ച് അദ്ദേഹം നിരന്തരം ശ്രദ്ധിച്ചിരുന്നത്, എന്ത് പറയുകയാണെങ്കിലും തൻ്റെ പൂർവികരിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് പരിശോധിച്ച് അവർ പറഞ്ഞതായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫിഖ്ഹ് സധൈര്യം ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റും. കാരണം അദ്ദേഹം സ്വന്തം നിലക്കുള്ള ഇജ്തിഹാദിനേക്കാൾ കൂടുതൽ സ്വഹാബത്തിൻ്റെ അക്വാലുകളും താബീങ്ങളുടെ അക്വാലുകളെയും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അവലംബിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം വലിയ ഇമാമത്തിൻ്റെ സ്ഥാനത്തെത്തി. അദ്ദേഹം ബാഗ്ദാദിലുണ്ടായിരുന്ന സന്ദർഭത്തിൽ വളരെ വലിയൊരു ഫിത്ന ഉണ്ടായി. അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമാണ് എന്നറിയപ്പെടാനുള്ളൊരു കാരണം ബിദ്അത്തുകൾക്കെതിരിൽ ശക്തമായി പാറ പോലെ ഉറച്ചു നിന്നിരുന്നു. ഒരു കാരണവശാലും ബിദ്അത്തിനെ അദ്ദേഹം അംഗീകരിച്ചില്ല. ബിദ്അത്തിൻ്റെ ആളുകളുമായിട്ടുള്ള ഒരു സഹകരണവും അദ്ദേഹം ആരെയും അനുവദിച്ചിരുന്നില്ല. അത്രക്ക് വെറുപ്പായിരുന്നു ബിദ്അത്തിനോട്. കാരണം സുന്നത്തിനോട് ഒരാൾക്ക് ഉണ്ടാകുന്ന ഇഷ്ടത്തിൻ്റെ തോതനുസരിച്ച് ബിദ്അത്തിനോട് അയാൾക്ക് വെറുപ്പുണ്ടാകും. സുന്നത്തിനോട് നമുക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ബിദ്അത്തുകളോട് വെറുപ്പുണ്ടാവും. ബിദ്അത്തുകളോടുള്ള വെറുപ്പ് കുറയുന്നതിനുള്ള കാരണം സുന്നത്തിനോടുള്ള ഇഷ്ടം കുറയലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സുന്നത്തിനെ അങ്ങേയറ്റം സ്നേഹിച്ചു, ഹദീസുകളെ സ്നേഹിച്ചു. അതുകൊണ്ട് ബിദ്അത്തിൻ്റെ ആളുകളോട് ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അക്കാലഘട്ടത്തിലെ വളരെ വലിയൊരു ഫിത്നയായിരുന്നു ഖൽഖുൽ ഖുർആൻ എന്ന വാദം. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ് ഖുർആനിനെ എന്ന വളരെ വളരെ പിഴച്ച അപകടം പിടിച്ചൊരു വാദം മുഅ്തസിലിയാക്കൾ മുഖാന്തരം ഉണ്ടായി.
അവിടെ സംഭവിച്ച ഒരു അപകടം എന്താണെന്ന് ചോദിച്ചാൽ ബാഗ്ദാദിലെ ഖലീഫമാർ ആ ബിദഅത്തിനെ ഏറ്റെടുത്തു. ഖലീഫ മഅ്മൂൻ, അതേപോലെ തന്നെ മുഅ്തസിം, അദ്ദേഹത്തിന് ശേഷം വന്ന മുഅ്തസിം, അതേപോലെ തന്നെ വാസിഖ്, ഇവരൊക്കെ ഖൽഖുൽ ഖുർആൻ, ഖുർആൻ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ കലാമല്ല, അള്ളാഹുവിൻ്റെ സിഫത്തുമായി അതിന് ബന്ധമില്ല, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിയാണ് ഖുർആൻ എന്ന് വാദിച്ചു. പണ്ഡിതന്മാരെയെല്ലാം ഭരണകൂടം, ഭരണാധികാരം ഉപയോഗിച്ചത് പറയാൻ ശക്തമായി പ്രേരിപ്പിച്ചു. പല ആളുകളെയും അവർ കൊന്നുകളഞ്ഞു, പലരെയും ജയിലിലടച്ചു, പലരെയും നാട് കടത്തി. വളരെ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ടവർ വരെ പീഡനം സഹിക്കാഞ്ഞിട്ട് മനസ്സിൽ ഇല്ലാതെ നാവ് കൊണ്ട് അവരുടെ വാദം പറഞ്ഞു. അവർക്ക് ഉദറുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത്, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉദറുണ്ട്. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ശക്തമായി തൻ്റെ വാദം ജനങ്ങൾക്ക് പഠിപ്പിക്കുകയും ഖലീഫമാർക്ക് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ പേരിൽ ധാരാളം സന്ദർഭങ്ങളിൽ അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. ധാരാളം ചാട്ടവാറുകൾ കൊണ്ടുള്ള അടി അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തെ കൊല്ലാൻ വരെ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. കൊല്ലാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ജയിലിൽ അദ്ദേഹമുണ്ട് ഒരു മോഷ്ടാവ്, അയാൾ മോഷണം നടത്തിയിട്ട് അയാളെ ജയിലിലിട്ടതാണ്. അദ്ദേഹവും ജയിലിലുണ്ട്, ഇമാം അഹ്മദ് ബിൻ ഹംബലും ജയിലിലുണ്ട്. അപ്പോൾ ഖലീഫ എന്നാലെന്ന സ്ഥലത്തുണ്ട്, അങ്ങോട്ട് ഇദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകണം, അവിടെ വെച്ച് വധശിക്ഷ നടപ്പിലാക്കാനാണ് തീരുമാനം. അപ്പോൾ ഈ മോഷ്ടാവ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, അദ്ദേഹം ഒരു മോഷ്ടാവാണ്, സാധാരണക്കാരനാണ്, നിങ്ങൾ ഒരിക്കലും പതറരുത്. കാരണം ഈ ഒരു പരീക്ഷണത്തെ ഭയപ്പെട്ട് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിനെ ഭയപ്പെട്ട് നിങ്ങളെങ്ങാനും മാറ്റി പറഞ്ഞാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഇമാമാണ് നിങ്ങളത് മാറ്റി പറഞ്ഞാൽ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ ഈ തിന്മയെ ഫോളോ ചെയ്യും. അവരൊക്കെ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്ന് വാദിക്കും. അങ്ങനെ വമ്പിച്ചൊരു ഫിത്ന അതിലൂടെ ഉണ്ടാകും. അതുകൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടാലും നിങ്ങളിതിൽ ഉറച്ചു നിൽക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, എനിക്ക് എന്തെന്നില്ലാത്തൊരു ഊർജ്ജം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് കിട്ടി. കാരണം ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പറഞ്ഞു തരികയാണല്ലോ. അപ്പോൾ അത് തനിക്ക് കുറച്ചുകൂടി ഒരു പ്രചോദനമായി എന്നാണ്. അങ്ങനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുതിരയുടെ പുറത്ത് കെട്ടി കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ദുആ ചെയ്തു അള്ളാഹുവിനോട്, അള്ളാഹുവേ, എന്നെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിളിപ്പിച്ച ആ ഭരണാധികാരിയെ ഞാൻ കണ്ടുമുട്ടുന്നതിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അയാൾ എന്നെയോ ഞാൻ അദ്ദേഹത്തെയോ കണ്ടുമുട്ടാതിരിക്കണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ആ ഖലീഫ മരണപ്പെട്ടു. അന്ന് രാത്രി ഖലീഫ മരണപ്പെടുകയുണ്ടായി. അക്കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഖലീഫ ഒരു നിയമം പുറപ്പെടുവിച്ചാൽ ആ ഖലീഫ മരണപ്പെട്ടാൽ ആ നിയമങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇതേപോലുള്ള കാര്യങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കൊല്ലുക എന്നുള്ളതിനെ മാറ്റി. കാരണം ഖലീഫ മാറി. വീണ്ടും അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു, ഇടക്ക് മോചിതനാകും. ശക്തമായ അദ്ദേഹത്തെ ചാട്ടവാറ കൊണ്ട് അടിച്ച് ചോര ശരീരത്തിൽ നിന്ന് തെറിച്ചുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തോട് കാരുണ്യം തോന്നിയിട്ട് ഈ ശിക്ഷയൊക്കെ നടപ്പിലാക്കിയ ഖലീഫ തന്നെ പറഞ്ഞു, നിങ്ങൾ വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, നിങ്ങളെ വെറുതെ വിടാം, ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാം, ആ വാദം ഞാൻ പറയാം, പക്ഷേ നബിയോ സഹാബികളോ ഇത്തരത്തിലുള്ളൊരു വാദം പറഞ്ഞതിൻ്റെ ഒരു തെളിവ് നിങ്ങൾ എനിക്ക് തന്നാൽ മതി, എന്നാൽ ഞാൻ പറയാം. അവർ പറയാത്തതൊന്ന് നിങ്ങൾ എന്നെ എത്ര ഉപദ്രവിച്ചാലും ഞാൻ പറയില്ല. അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. അദ്ദേഹം ഒരു വാദം പറയണമെങ്കിൽ നബിയിൽ നിന്നുള്ള സുന്നത്ത് സ്ഥിരപ്പെടണം. അല്ലെങ്കിൽ സ്വഹാബികൾ, സലഫുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. സലഫുകൾ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ചെയ്യും. ഇല്ലേ, പറയൂല, ചെയ്യൂല. അത് വാക്കാണെങ്കിലും ശരി, പ്രവൃത്തിയാണെങ്കിലും ശരി. അവസാനം അൽഹംദുലില്ലാ ഈ ഖലീഫമാരൊക്കെ പോയി. പിന്നീട് മുതവക്കിൽ എന്ന് പറയുന്ന മഅ്മൂനിൻ്റെ തന്നെ മക്കളിൽ അഹ്ലുസുന്നയോട് സ്നേഹമുള്ള ഒരു ഖലീഫയെ അള്ളാഹു നൽകി. ഇദ്ദേഹത്തെ മോചിപ്പിച്ചെന്ന് മാത്രമല്ല, ഖൽഖുൽ ഖുർആനിൻ്റെ വാദം പറഞ്ഞ ആളുകളൊക്കെ അദ്ദേഹം ജയിലിലടച്ചു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ അദ്ദേഹം ആദരിച്ചു, ബഹുമാനിച്ചു. അങ്ങനെ അഹ്ലുസുന്നക്ക് വലിയൊരു വ്യാപനം ഉണ്ടായി. അതായത് അവർ ക്ഷമയോടുകൂടി നിലനിന്നു. ആ സമയത്തും ചില ആളുകൾ മുതലെടുത്ത് നമുക്ക് ഖലീഫമാർക്കെതിരിൽ ഇറങ്ങിപ്പുറപ്പെടാം എന്ന ഖവാരിജികളുടെ വാദവുമായി വന്നപ്പോഴോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി
ഖലീഫമാർക്കെതിരിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല. അത് രക്തം ചിന്തലാണ്, അത് നാട്ടിൽ കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ട് ഹാക്കിമിനെതിരിലുള്ള ഖുറൂജ് അത് ഖവാരിജികളുടെ സ്വഭാവമാണ്, നമുക്ക് പാടില്ല, പീഡനങ്ങൾ നമുക്ക് സഹിക്കാം എന്ന ക്ഷമയുടെ മാർഗമാണ് അവലംബിച്ചത്. ഒരിക്കലും ആയുധമെടുത്തില്ല. ആ ക്ഷമയുടെ ഫലമായിരുന്നു അള്ളാഹു ഏറ്റവും നല്ല ഭരണാധികാരിയെ തിരിച്ചു നൽകി. അങ്ങനെ അഹ്ലുസുന്നക്ക് ശക്തമായ വ്യാപനമുണ്ടായി. ബിദ്അത്തിൻ്റെ ആളുകളൊക്കെ മങ്ങിപ്പോകുന്നൊരവസ്ഥ പിന്നീടുണ്ടായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഇത്രയൊക്കെ മെഹനത്തുകൾ, ഇത്രയൊക്കെ കഠിനമായ പരീക്ഷണങ്ങളിലും പതറാതെ ഉറച്ചു നിന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് അദ്ദേഹം ഇമാമു അഹ്ലിസുന്ന, അഹ്ലുസുന്നയുടെ ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം ഹിജറ വർഷം 241 ഒരു റബീഉൽ അവ്വൽ 12 റബീഉൽ അവ്വൽ മാസത്തിലാണ് അദ്ദേഹം ജനിച്ചത്. റബീഉൽ അവ്വലിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജറ 241, ഏകദേശം 77 വയസ്സായിരുന്നു. തൻ്റെ 77ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. റഹ്മത്തുള്ളാഹി അലൈഹി റഹ്മത്തൻ വാസിഅ. അദ്ദേഹം ആ കാലഘട്ടത്തിലെ ഒട്ടനവധി പിഴച്ച വാദങ്ങൾ, ആ വാദങ്ങൾക്ക് ഉള്ള ഖണ്ഡനമെന്നോണവും അത്തരം വിഷയത്തിലൊക്കെയുള്ള അഹ്ലുസുന്നയുടെ നിലപാട് എന്താണ്, അത്തരം വിഷയങ്ങളുള്ള അഹ്ലുസുന്നയുടെ ഉസൂല് എന്താണ്, അടിസ്ഥാനം എന്താണ് എന്ന് വിശദീകരിക്കുവാൻ വേണ്ടി എഴുതിയിട്ടുള്ള റിസാലയാണെന്ത്? ഉസൂലു അസ്സുന്ന എന്ന ഈ കിതാബ്. ഉസൂലു അസ്സുന്ന, സുന്നത്തിൻ്റെ ഉസൂൽ, അസ്ലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനപ്പെട്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. തൻ്റെ കൈപ്പടയിൽ തന്നെ അദ്ദേഹം എഴുതിയ റിസാലയാണിത്. ചില റിസാലകളൊക്കെ ഉസ്താദ് പറയുന്നത് കേട്ട് കുട്ടികൾ എഴുതും, അതും റിസാലയായി മാറും. ഇതങ്ങനെയല്ല, അദ്ദേഹം തൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ട് കുട്ടികൾക്ക് വായിച്ച് കേൾപ്പിച്ചു. താൻ തന്നെ എഴുതി കൊണ്ടുവന്ന്, ഈ മത്തിനെ എഴുതി കൊണ്ടുവന്ന് തൻ്റെ കുട്ടികൾക്ക് വായിച്ചു കൊടുത്തു. അത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിലൂടെ വ്യക്തമായ സനദോടുകൂടി നമുക്ക് വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ കാണാം. അതിലുള്ള ഒരു സനദ് ഇൻഷാ അല്ലാഹ് വായിച്ചുകൊണ്ടാണ് നമ്മൾ ഉസൂലു സുന്നയിലേക്ക് പ്രവേശിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് ഇതിൻ്റെ മത്തനിലേക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പണ്ഡിതന്മാരെ മനസ്സിലാക്കുവാനും അവരുടെ ഇൽമിൽ നിന്ന് അറിവ് സ്വീകരിക്കുവാനും അവരെഴുതിയ മത്തനുകളൊക്കെ വായിച്ചു പഠിച്ച് മനസ്സിലാക്കുവാനുമുള്ള എല്ലാമുള്ള തൗഫീഖ് നമുക്കേവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.